താക്കീതിന്റെ സ്വരത്തിൽ പിണറായി വിജയന്റെ വിമർശനം. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുതെന്നാണ് നിർദ്ദേശം. RSS ബന്ധവിവാദത്തിൽ പരോക്ഷ വിമർശനവുമുണ്ട്. അതുപോലെ തന്നെ CPM പ്രവർത്തക യോഗത്തിലായിരുന്നു പിണറായിയുടെ ഈ വിമർശനം. എന്തും വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവാദങ്ങളില്ലാതെ പ്രചാരണ കാലമായിരുന്നു നിലമ്പൂരിലെന്നും മുഖ്യമന്ത്രി. ജയമോ തോൽവിയോ പ്രശ്നമാക്കുന്നില്ലെന്നും പരമ്പരാഗത UDF മണ്ഡലമാണ് നിലമ്പൂരെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താക്കീതിന്റെ സ്വരത്തിൽ പിണറായി വിജയന്റെ വിമർശനം. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയുന്ന അത് ഒഴിവാക്കണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ RSS ബന്ധവിവാദത്തിൽ പരോക്ഷ വിമർശനവും മുഖ്യമന്ത്രി ഉയർത്തുന്നു. CPM പ്രവർത്തകർ യോഗത്തിലായിരുന്നു പിണറായി വിജയന്റെ ഈ പരാമർശം. എന്തും വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിവാദങ്ങളില്ലാത്ത പ്രചാരണ കാലമായിരുന്നു നിലമ്പൂരിലെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ജയവും തോൽവിയും ഒന്നും പ്രശ്നമാക്കുന്നില്ല എന്നും പരമ്പരാഗത UDF മണ്ഡലമാണ് നിലമ്പൂർ എന്നുമാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. ഈ CPIM പ്രവർത്തക യോഗത്തിലായിരുന്നു പിണറായി വിജയൻ ഇത്തരത്തിൽ താക്കീതൻ സ്വരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതും. അതിനോടൊപ്പം തന്നെ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, ഈ താക്കീതിൻ്റെ ഒരു സ്വരം ഇപ്പോൾ നാളെ ഫലം വരാനിരിക്കെ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെ ഈ ജയമോ തോൽവിയോ പ്രശ്നമാക്കുന്നില്ല എന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? മനീഷ, ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പാർട്ടി സെക്രട്ടറിയോട് തിരുത്താണ് മുഖ്യമന്ത്രി വരുത്തിയിട്ടുള്ളത്. ഈ ഇലക്ഷന്റെ തൊട്ട് തലേന്നാണ് MV ഗോവിന്ദൻ RSSുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന പരാമർശം നടത്തുന്നത്. അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം മുഴുവൻ CPIM പ്രതിരോധത്തിലായത് ആ ഒറ്റ പരാമർശത്തിന്റെ പേരിലായിരുന്നു. അന്ന് മുഖ്യമന്ത്രിക്ക് പ്രത്യേകമായി വാർത്താ സമ്മേളനം വിളിക്കേണ്ട സാഹചര്യം വരെ വന്നു. അന്ന് ഏതെങ്കിലും തരത്തിൽ MV ഗോവിന്ദനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. പക്ഷേ ആ പരാമർശത്തെ തിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി അന്ന് ആ പ്രസംഗത്തിലുടനീളം ആ വാർത്താ സമ്മേളനത്തിലുടനീളം സംസാരിച്ചത്. ഏതെങ്കിലും തരത്തിൽ RSSുമായി ഒരു തരത്തിലുള്ള അനുനയ നീക്കമോ അല്ലെങ്കിൽ ഒരു സഹകരണമോ CPIM നടത്തിയിട്ടില്ല. ഒറ്റയ്ക്കാണ് CPIM അന്ന് നിന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുശേഷം ഇന്ന് നടത്തിയ CPIM പ്രവർത്തകരുടെ യോഗത്തിലാണ്, CPIM നേതാക്കളും CPIM അംഗങ്ങളും മാത്രം പങ്കെടുത്ത യോഗത്തിലാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. അത് കൃത്യമായി പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ടുള്ള താക്കീതായി തന്നെ കാണേണ്ടി വരും. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുതെന്നാണ് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തും വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് പാർട്ടി സെക്രട്ടറിയോട് തന്നെയാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം അങ്ങനെ ഇപ്പോൾ ഏറ്റവും വിവാദമായി നിൽക്കുന്ന പരാമർശം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയതാണ്. RSSുമായി സഹകരണം ഉണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എന്നുള്ളതായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശം. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ എന്തെങ്കിലും മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ തോന്നുന്നത് വിളിച്ചു പറയരുതെന്ന മുന്നറിയിപ്പ് പാർട്ടി യോഗത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നുള്ളത് ശ്രദ്ധേയമാണ്. വിവാദങ്ങളില്ലാത്ത പ്രചാരണം നിലമ്പൂരിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ജയമോ തോൽവിയോ ഒന്നും പ്രശ്നമാക്കുന്നില്ല. പരമ്പരാഗത UDF മണ്ഡലമാണ് നിലമ്പൂര് എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള സൂചനകൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചും പറയുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അന്ന് ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് UDFന്റെ ഒരു കോട്ടയാണ്. അവിടെ ജയിക്കുന്നതോ തോൽക്കുന്നതോ ഒന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ ഇതേ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തരുതെന്ന മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് അർജുനാണ് വിവരങ്ങൾ നൽകിയത്.